ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന ഗുരുമൊഴി നമുക്ക് സമ്മാനിച്ച വളരെ മനോഹരമായ വചനഭാഗമാണിത്. ഈശോയുടെ അധരങ്ങളിൽ നിന്ന് ഈ സ്വർഗീയ രഹസ്യം നമുക്ക് ലഭിക്കുവാൻ ഇടയാക്കിയത് തോമാസ് ലീഹ എന്ന സുതാര്യ വ്യക്തിത്വമാണ്. വിശ്വാസം അത് ആത്മാവിൻ്റെ ആഴങ്ങളിലുള്ള ബോധ്യവും സ്നേഹിക്കുന്ന വ്യക്തിയിലേക്കുള്ള സമ്പൂർണ്ണ സമർപ്പണവുമാണ്. വിശ്വാസം എന്ന പുണ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ അമ്മയെ നാം വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ, അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ആരോഗ്യം നൽകും എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ നാം അത് ഭക്ഷിക്കുന്നത്. കുറച്ചുകൂടെ ഉയർന്നു ചിന്തിച്ചാൽ ദൈവമുണ്ടെന്നും ഈ നശ്വര ജീവിതത്തിന് ശേഷം അനശ്വരതയുണ്ടെന്നും സ്വർഗീയ ജീവിതമുണ്ടെന്നുമെല്ലാം വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് മനുഷ്യൻ ജീവിക്കുന്നത്, സമാധാനവും സന്തോഷവും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും വിശ്വാസം എന്ന പുണ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദൈവിക പുണ്യമായ വിശ്വാസം പരിപൂർണമായും ദൈവത്തിന്റെ ദാനമാണ്. യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കതകടച്ചിരിക്കെ ഈശോ ശിഷ്യന്മാർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്. അപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് ഈശോ ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെടുന്നതും നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ച് തന്റെ ആത്മാവിനെ പകരുന്നതും. ഈ വചനഭാഗം കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് തോന്നുക തോമാസ് ലീഹായോട് സഹാനുഭൂതിയാണ്. കാരണം അദ്ദേഹത്തിന് ഉദ്ധിതന്റെ ദർശനം ലഭിച്ചില്ലല്ലോ. എല്ലാം അറിയുന്ന ഈശോ എന്തുകൊണ്ടാണ് തോമാസ് ലീഹായെ പരിഗണിക്കാതെ പോയത് എന്ന് നമുക്ക് തോന്നിപ്പോകാം. ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യൻ്റേതുപോലെയല്ല. അവിടുന്ന് ഒരു പാഠപുസ്തകമായി തോമസ് എന്ന മനുഷ്യനെ നമുക്ക് നൽകുകയാണ്. സ്ലീഹായുടെ വ്യക്തിത്വ സവിശേഷതകളിലേക്ക് നമുക്കൊന്ന് നോക്കിക്കാണാം. എല്ലാവരും ഭയന്ന് കതകടച്ചിരിക്കെ പുറത്തിറങ്ങാൻ ധൈര്യം കാണിക്കുന്ന മനുഷ്യൻ. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഇതിനു മുൻപും തോമാസ് ലീഹ ഗുരുവിനോടുള്ള സ്നേഹവും തന്റെ ധൈര്യവും പ്രകടമാക്കിയിട്ടുണ്ട്. അകവും പുറവും ഒരുപോലെ സുതാര്യതയുള്ള വ്യക്തിത്വം. തന്റെ ചിന്തകളെ, ആവശ്യങ്ങളെ അടുത്ത സുഹൃത്ത് വലയത്തിനുള്ളിൽ വെളിപ്പെടുത്താൻ ഹൃദയ സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ. ഈശോയെ കാണാൻ ഒരു കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിക്കുന്നവൻ. ആവശ്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും വ്യക്തതയും കൃത്യതയും ഉള്ള മനുഷ്യൻ. എന്നാൽ ക്രിസ്തുവിന്റെ വാത്സല്യം ശാഠ്യത്തിൽ നിന്ന് സ്വയം നീതീകരിക്കപ്പോലും ചെയ്യാത്ത ഹൃദയ താഴ്മയിലേക്ക്, വിശ്വാസത്തിലേക്ക് തോമസിനെ നയിക്കുന്നു. കാണാതെ താൻ വിശ്വസിക്കില്ല എന്ന് ശഠിച്ച തോമസിന് ഈശോ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, തോമസ്, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അപ്പോൾ തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. തോമാസ് ലീഹായുടെ ഈ ഏറ്റുപറച്ചിൽ ഓരോ ക്രിസ്ത്യാനികളുടെയും ഹൃദയതാളമാണിന്ന്. യേശുവിന് വേണ്ടത് കുറവുകളില്ലാത്ത മനുഷ്യരെയല്ല, മറിച്ച് കുറവുകളിൽ ദൈവത്തിൽ പൂർണ്ണമായും ശരണം വയ്ക്കുന്ന മനുഷ്യരെയാണ്. എന്റെയും നിന്റെയും തനിമയാർന്ന വ്യക്തിത്വത്തെയാണ്. അത് ദൈവകരങ്ങളിൽ അർപ്പിക്കുമ്പോൾ അതിനെ ഏറ്റവും മനോഹരമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് തോമാസ് ലീഹായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു കൂട്ടം ശിഷ്യ സമൂഹം തങ്ങളുടെ ദുരാശ കൊണ്ട് വിശുദ്ധനായ തങ്ങളുടെ ഗുരുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തീരുമാനിച്ചു. എന്നാൽ ഗുരു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യന് അങ്ങനെ ചെയ്യാൻ ഒരു വിഷമം. കാരണം എങ്ങനെ ഗുരുവിന്റെ മുഖത്ത് നോക്കി കല്ലെറിയും? അദ്ദേഹം എന്ത് വിചാരിക്കും? ഗുരു തന്നെ സ്നേഹപൂർവം നടത്തിയ വഴികൾ അവൻ ഓർത്തു. പക്ഷേ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അവൻ ഒരു ഉപായം കണ്ടെത്തി. എല്ലാവരും കല്ലുകൾ എറിയുമ്പോൾ താനൊരു പുഷ്പം എറിയും. അപ്പോൾ ഗുരുവിനെയും ശിഷ്യഗണങ്ങളെയും ഒരുപോലെ പ്രസാദിപ്പിക്കാം, തന്റെ നിരപരാധിത്വം വെളിവാക്കാം. പക്ഷേ ശിഷ്യഗണങ്ങളുടെ കല്ലേറുകൾ ഗുരു നിശബ്ദനായി സഹിച്ചു. ഈ പ്രിയ ശിഷ്യന്റെ പുഷ്പം നെഞ്ചിൽ വീണപ്പോൾ അദ്ദേഹം ഉറക്കെ കരഞ്ഞു. കല്ലുകളുടെ വേദനയേക്കാൾ പ്രിയ ശിഷ്യന്റെ കപട സ്നേഹം അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഈ കഥ അവസാനിക്കുന്നത്. ദൈവവും മുഖം തിരിക്കുന്നത് കാപട്യത്തോടാണ്.
ബലഹീനതകൾ ഏറ്റുപറയുന്നവനോടല്ല. കാപട്യത്തിന്റെ മുഖംമൂടി കീറിക്കളഞ്ഞ് ദൈവകൃപയോട് സഹകരിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ ദൈവത്തിന്റെ ഗന്ധം വഹിക്കുന്ന പുഷ്പങ്ങളാകും. നാം ഒരു ചുവട് വെച്ചാൽ ദൈവം 10 ചുവട് വയ്ക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലെ വഴക്കമുള്ള ഉപകരണങ്ങളായി മാറാൻ വിശ്വാസം എന്ന പുണ്യം ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.